ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം എന്ന് പറയുന്നത് അമിത്ഷായുടെ പദ്ധതികളായിരുന്നു. എല്ലാ വേദികളിലും നിങ്ങൾ ഒരേ കാര്യം പറയുക, ഷാഹിൻബാഗിലെ പ്രതിഷേധക്കാരെക്കുറിച്ച്, പാകിസ്ഥാൻകാരെക്കുറിച്ച്, പാകിസ്ഥാൻ വിഷയങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ രാജ്യത്തെ ഹൈന്ദവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അങ്ങനെയൊരു പക്ക വർഗീയ അജണ്ട തന്നെയായിരുന്നു ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഇത് കളവൊന്നുമല്ല. നമുക്ക് പരസ്യമായി അനുരാഗ് ഠാക്കൂറിനെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാരടങ്ങുന്ന പ്രമുഖ നേതാക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. പക്ഷേ അമിത്ഷാ യുഗം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ളത്. കാരണം BJP-ക്കകത്തുള്ള പ്രമുഖ നേതാക്കൾ, അത്യാവശ്യം തലക്കകത്ത് വെളിപാടുള്ള ആളുകൾ ഇപ്പോൾ പുറത്തു വന്ന് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: അമിത്ഷായുടെ തന്ത്രമനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്, പക്ഷേ അതിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ അമിത്ഷയ്ക്ക് നേരെയാണ് BJP-യുടെ പ്രമുഖ നേതാക്കൾ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. അതെ, അവർ വർഗീയ അജണ്ടയും അതുപോലെ തന്നെ ഷാഹിൻബാഗിലെ പ്രതിഷേധക്കാരെയും മുന്നിലിട്ട് കളിച്ചപ്പോൾ ആം ആദ്മി എന്താണ് ചെയ്തത്? അവിടെയുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച്, പലർക്കും വീടുകൾ നൽകിയതിനെക്കുറിച്ച്, നല്ല റോഡുകൾ ഉണ്ടാക്കിയതിനെക്കുറിച്ച്, സാധാരണക്കാർക്ക് വൈദ്യുതി ബില്ല് കുറച്ച് നൽകിയതിൻ്റെ പേരിൽ, ജലം അത് ഫ്രീ ആയി സൗജന്യമായി നൽകിയതിൻ്റെ പേരിൽ, അങ്ങനെയുള്ള നേട്ടത്തിൻ്റെ പേരിലാണ് ആം ആദ്മിക്ക് 63 സീറ്റുകൾ ലഭിച്ചതെങ്കിൽ BJP-ക്ക് 7 സീറ്റുകൾ ലഭിച്ചത് അമിത്ഷായുടെ ഈ പറഞ്ഞ കുതന്ത്രത്തിന്റെ പേരിൽ മാത്രമാണ്. ഷാഹിൻബാഗ്, പാകിസ്ഥാൻ, ഹിന്ദു, വർഗീയത ഇതൊക്കെ പറഞ്ഞ് മാത്രമാണ് അമിത്ഷയ്ക്കും കൂട്ടർക്കും ആ 7 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. പക്ഷെ മറിച്ച് അങ്ങോട്ട് വികസനത്തിന്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു ആം ആദ്മിയിൽ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഈ വർഗീയതയുടെ, ഈ കള്ളപ്രചാരണത്തിന്റെ, ഈ പാകിസ്ഥാൻ വാദവുമായി മുന്നോട്ട് വരുന്ന ഈ കള്ളക്കഥയുടെ കെട്ടുകഥകൾക്ക് അന്ത്യം കുറിച്ചിരിക്കുന്നു ഈ തിരഞ്ഞെടുപ്പോടുകൂടി. അതാണ് പറഞ്ഞത് അമിത്ഷാ, ഇനി നിങ്ങളുടെ വർഗീയ അജണ്ട ഇനി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ അത്രത്തോളം മുന്നോട്ട് പോകില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കൂറ്റൻ, ഈ വമ്പൻ തിരിച്ചടി. ഇനിയെങ്കിലും നേരാവണ്ണം മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട്, വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട്, അതിനെക്കുറിച്ച് സംസാരിച്ച് ആണത്തത്തോടുകൂടി വോട്ട് വാങ്ങി വിജയിക്കാൻ നോക്ക്. ഇനിയെങ്കിലും ഈ കപട വർഗീയ മുഖം, നിങ്ങളുടെ ഈ രാജ്യത്തെ നശിപ്പിക്കാനുള്ള ഹിന്ദുത്വ അജണ്ട, അതൊക്കെ ഇനിയെങ്കിലും നിങ്ങൾ മുൻപിലോട്ട് കൊണ്ടുവരാതെ നന്മയുടെ വാതിലുകളുമായി വാ. എന്നാലും വിജയിക്കാൻ സാധ്യതയില്ല എന്നാണ് നിങ്ങളുടെ നേതാക്കൾ തന്നെ ഇപ്പോൾ ഡൽഹിയിൽ പറയുന്നുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, അമിത്ഷാ ഇനി മുതൽ ചാണക്യ തന്ത്രജ്ഞനല്ല എന്നുള്ളത് ഞങ്ങൾ പറയുകയല്ല. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഫലത്തിന് ശേഷം ഡൽഹിയിലെ BJP-യുടെ പ്രമുഖ നേതാക്കൾ തന്നെ പറയുന്നു, അമിത്ഷാ യുഗം കഴിഞ്ഞിരിക്കുന്നു എന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.